സൗഹൃദ സായന്തനത്തിന്റെ മിഥുന മഴയുടെ ചന്നം ഭിന്നം പെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ ഇങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കുമ്പോഴും മനസ്സ് ചിറ്റാരിപ്പറമ്പിന്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ നിങ്ങളെയൊക്കെ മുഖാമുഖം കാണുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ എനിക്കുള്ള ഒരു പ്രചോദനം, എനിക്കുള്ള ഒരു മോദം, ആ മോദം പങ്കുവെക്കുകയാണ്. ഈ ചിറ്റാരിപ്പറമ്പിന്റെ മണ്ണിലേക്ക് ഞാൻ പലവട്ടം വന്നിട്ടുണ്ട് എന്നതാണ് എനിക്ക് നിങ്ങളുമായുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരുമായുള്ള ഈ സാംസ്കാരിക ബോധത്തിന്റെ സർഗ തലത്തിലേക്ക് എനിക്ക് ചിന്തിക്കുമ്പോൾ ഇവിടെ ഓടി വരാനുള്ള, പയ്യന്നൂരിൽ നിന്ന് ഇവിടത്തേക്ക് ഓടി വരാനുള്ള എന്റെ മനസ്സ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സർഗം സാംസ്കാരിക സമിതിയുടെ ഇങ്ങനെ ഒരു അനുമോദന സംരംഭമുണ്ട് എന്ന് എന്റെ പ്രിയ സുഹൃത്ത് ധർമ്മരാജൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മറ്റൊന്നും നോക്കുന്നില്ല, ഞാൻ എന്തായാലും അവിടെ എത്തിച്ചേരും എന്ന് പറയുന്നതിന്റെ പിന്നിലും ഇപ്പോഴും ഈ ഹാള് നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മനസ്സുകളില്ലേ, ആ മനസ്സുകളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ പ്രകടിപ്പിക്കുന്നെന്ന് മാത്രമാണ്. ഈ സമിതിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യനായ ഗോപി സാർ, അതുപോലെ തന്നെ അഭിമന്യനായി ഞങ്ങൾ നേരത്തെ വന്നിരുന്നു എന്ന് അധ്യക്ഷനൊക്കെ ഇവിടെ പറഞ്ഞതിൽ നിന്ന് നിങ്ങളൊട്ടും പരിഭ്രമിക്കേണ്ട. കേവലം ഒരു മണിക്കൂറോളം കടന്നു പോകുന്ന സമയ സംക്രമണത്തിന്റെ സംഘടനാപരമായ രീതിയാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മണി പറഞ്ഞാൽ 4 മണിക്ക് തുടങ്ങൂ എന്ന് ഉദ്ഘാടകനായാലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ സംസാരിക്കുമ്പോൾ അച്ചടക്കത്തിന്റെയും കൃത്യതയുടെയും ആത്മാർത്ഥതയുടെയും ഒക്കെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ എത്ര മണിക്കാ വന്നത് എന്ന് എന്റെ നേരെ എന്റെ വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഞാൻ എപ്പോഴും കൃത്യസമയം പാലിക്കാൻ ശ്രദ്ധിക്കും. കാരണം ഭാഷണം ഇത് കടന്നു വരുന്ന നിങ്ങളുടെ ചെവികളിലേക്ക് വരുമ്പോൾ അതിന്റെ പിറകിലുള്ള ശബ്ദത്തിന്റെ കർമ്മശേഷി എന്താണ് എന്ന് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചളക്കും. അപ്പോൾ പറയുന്നത് തന്നെ പ്രവർത്തിക്കുന്നതേ പറയാൻ പറ്റൂ എന്നുള്ളിടത്ത് ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഈ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് പാലിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഇവിടെ കേട്ടതും കണ്ടതുമായ അഭിമാനപൂരിതമായ നിമിഷമാണ്. കാരണം പല അനുമോദന സദസ്സുകളിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. ഇവിടെ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതുമായ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഈ സർഗം സാംസ്കാരിക സമിതിയുടെ സംഘാടകരുടെയും 2 പതിറ്റാണ്ട് പിന്നിടുകയാണ് സർഗം എന്ന് പറയുമ്പോൾ ആദ്യ നാളുകളിൽ തന്നെ സർഗം സാംസ്കാരിക സമിതിയുടെ ഇതുപോലെ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്ത് ഓർക്കുകയാണ്. 2 പതിറ്റാണ്ട് കടന്നു പോകുമ്പോഴും സർഗത്തിന്റെ കർമ്മശേഷി പ്രദീപനും അതുപോലെ തന്നെ ഗോപി സാറും ഒക്കെ ഇതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ ഇങ്ങനെ ഇരുത്തുന്നില്ലേ. 70-ലധികം പേര് ഇവിടെ വന്നിരുന്നു എന്നതാണ് എന്റെ ഒരു കണക്ക്. ആ 70 പേരിൽ ബഹുഭൂരിഭാഗവും ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എന്റെ പ്രഭാഷണം കേൾക്കാനല്ല, ഈ കുട്ടികളെ അനുമോദിക്കുക എന്ന മോദത്തിന്റെ ലക്ഷ്യമാണ്. മോദനമുണ്ട്, അവിടെ മോദമുണ്ട്, സന്തോഷമുണ്ട്. ആ സന്തോഷം പകരുന്ന സന്ദർഭം നമ്മൾ അനുധാവനം ചെയ്യുകയാണ്, പരസ്പരം ചെയ്യുകയാണ്. അഭിനന്ദനം, മുഖാമുഖം, നന്ദം, അവിടെ സന്തോഷമാണ് അഭിനന്ദനം. ആ നന്ദനം, ആ സന്തോഷം, അത് തന്നെയാണ് ആനന്ദം. ആ നന്ദമാണ്. ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന കർമ്മമാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്നതാണ് ഞാൻ ഇവിടെ ഈ ഉപഹാരം എന്ന് പറയുന്ന മുദ്രയുണ്ടല്ലോ, ഈ മുദ്ര ഹൃദയത്തിലേക്ക് പതിപ്പിക്കുകയാണ് എന്റെ മക്കളുടെ. അവരുടെ ഹൃദയത്തിലേക്ക് പതിക്കുമ്പോൾ രക്ഷിതാക്കൾ വന്നു ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ മുഖത്തെ തെളിച്ചമുണ്ടല്ലോ, അതാണ് പ്രചോദനം എന്ന് പറയുന്നത്. അവർക്ക് ഇതാ എന്റെ മക്കളെ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ബിഫാം അല്ലെ ശരണ്യയുടെ ബിഫാം ഡിഗ്രിയുടെ ഒരു വഴക്കം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിയുമ്പോൾ ഒരു ഫാർമസി കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അർദ്ധ ഭിഷഗ്വരൻ തന്നെ ആവുകയാണ്. അപ്പൊ ആ കോളേജിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നത് തന്നെ രക്ഷിതാക്കൾക്കല്ല, ഈ നാട്ടുകാർക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണ്. നാളെ ഫാർമസിസ്റ്റായും ആരോഗ്യരംഗത്തെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവരുടെ മുമ്പിൽ ഭാവിയുണ്ട്, ഭാവനയുണ്ട്, അവരതിന് തയ്യാറാണ്. മറ്റൊരു കുട്ടി 1200 മാർക്ക് നേടി ദേവമിത്ര എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. ഞങ്ങൾക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, നേരത്തെ പ്രദീപ പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ കാലത്ത് 1975 SSLC കഴിഞ്ഞ ആളാണ് ഞാൻ. ആ കാലത്തൊക്കെ ഇങ്ങനെ ഫുൾ മാർക്ക് കാണുക അല്ലെങ്കിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ലോകത്താണ് ഇന്ന് 10% ഫുൾ പെർസെന്റേജ് മാർക്ക് വാങ്ങിയിട്ട് മക്കൾ പാസ്സാവുന്നു എന്ന് പറയുമ്പോൾ നമുക്കും നമ്മുടെ സ്കൂളിന്, നമ്മുടെ അധ്യാപകർക്ക്, നമ്മുടെ വിദ്യാർത്ഥി ലോകത്തിന് ഒപ്പം രക്ഷിതാക്കൾക്കും അഭിമാനിക്കാൻ പറ്റും. ആ അഭിമാനത്തിന്റെ അഭിമാനം അളവ് ഉയരുകയാണ്. ഇതാണ് ഈ സായന്തനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തേജനം. ആ ഉത്തേജനം പ്രതീകമാണ്.
ഇവിടെ ഇവർ വിജയിക്കുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം പരാജയം എന്ന് പറയുന്ന ജയം ഏറ്റുവാങ്ങുന്നുണ്ട്. പരാജയം, അതിൽ തോൽവി എന്ന വാക്കിനപ്പുറത്ത് അതിലൊരു ജയമുണ്ട്. നമ്മൾ അതിൽ കാണേണ്ടതാണ് പരാജയം. ജയത്തിന്റെ വിപരീതമാണ് പരാജയം. അത് പരാജയം എന്ന് പറയുമ്പോൾ ജയം നശിച്ചത് എന്നതാണ്. അവിടെ ജയത്തിനെ കൊണ്ടാണ് പരാജയം. കാരണം നാളെ അവർ ജയത്തിലേക്ക് പോകുമെന്നതാണ്. അതാണ് പരാജയത്തിൽ നിന്ന് നമ്മൾ വിജയത്തിലേക്ക് എന്ന പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 4 വർഷക്കാലം ഔദ്യോഗിക വൃത്തി ചെയ്ത ഒരാൾ, ഒരു കണക്കുമാഷ എന്നുള്ള നിലയിൽ അന്ന് ഞങ്ങൾക്ക് സമാന്തര കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ മുഴുവൻ പരാജിതരാണ്. പരാജിതരെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ അന്നത്തെ ധർമ്മം ഉണ്ടായിരുന്നത്. BSc മാത്തമാറ്റിക്സ് സക്സൈഡ് കോളേജിൽ നിന്ന് തീർന്ന ആ കൊല്ലം തന്നെ ഞാൻ രംഗത്തിറങ്ങിയതാണ് അധ്യാപക വൃത്തിയിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പരാജിതരാണ് വന്നെത്തുന്നത്. പരാജിതരെ ജിതരാക്കുകയാണ്, പരാജയപ്പെട്ടവരെ ജയിപ്പിക്കുകയാണ്. അന്നേ ഞാൻ പരാജയത്തിന്റെ ഭാഷ എന്റെ മക്കളോട് പറയാറുണ്ട്. നിങ്ങൾ ജയത്തിൽ തന്നെ ഉള്ളത്, നിങ്ങൾ മറ്റുള്ളവർ ജയിച്ചു, നിങ്ങൾ അതുകൊണ്ട് തോറ്റു എന്ന്. 2 പേർ ഓടിയാൽ ഒരാൾ വിജയിക്കുമ്പോൾ മറ്റൊരാൾ പരാജയപ്പെടുകയാണ്, ജയിക്കുകയാണ് അവിടെ, മറ്റൊരാൾ ജയിക്കുകയാണ് അവിടെ. അപ്പൊ ആ രീതിയിൽ പരാജിതരെ കൂടി ഉത്തേജനം കൊടുത്ത് വളർത്തിയെടുക്കുക. ഇന്നത്തെ പരാജയം നാളത്തെ വിജയമാണ്. അതാണ് അസ്തമയം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എഴുതി ശ്യാം സംഗീതം കൊടുത്ത ഒരു വലിയ ശ്രീകുമാരൻ തമ്പിയുടെ പല പാട്ടുകൾ ഞാനിവിടെ വന്നപ്പോൾ ആ അസ്തമയത്തിലേക്ക് എന്റെ മനസ്സോടിപ്പോയത്. അസ്തമയം എന്ന് പറയുന്ന ആ സിനിമയിൽ തന്നെ ടൈറ്റിൽ സോങ് അതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ലോജിക്കാണ്. അസ്തമയം അസ്തമയം അപരാജിതർ തൻ ആലിംഗനം എന്നാണ് അതിന്റെ ആദ്യത്തെ വരി. അപരാജിതർ തൻ ആലിംഗനം. പരാജയം ഇല്ലാത്തവരാണ് അവിടെ. സന്ധിയും രാത്രിയും അതൊക്കെ ശാശ്വത സത്യങ്ങളാണ് പ്രകൃതിയുടെ. അതിന് പരാജയമില്ല. അത് അപരാജിതർ തൻ ആലിംഗനം. അജയ്യ സന്ധ്യതൻ ആവാഹനം എന്ന 2ാമത്തെ വരി അജയ്യ സന്ധ്യയാണ്. അവിടെ സന്ധ്യയേക്കും അജയ്യതയാണ്. തോൽക്കാനില്ല, തോൽപ്പിക്കാൻ പറ്റില്ല. സന്ധ്യ എന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ അവസാന ഭാഗത്ത് ശ്രീകുമാരൻ തമ്പി എഴുതി വെക്കുന്നുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? അസ്തമയം അസ്തമയം അരുണോദയത്തിൻ നാന്ദിഗാനം എന്നും, എന്നിട്ടോ നാളെ പടിഞ്ഞാറസ്തമയം നാളെ കിടക്കുതിക്കാൻ എന്ന് പറയുന്നത്. പടിഞ്ഞാറ് അസ്തമിക്കുമ്പോഴും നാളെ ഒരു ഉദയം കാണുന്ന പോസിറ്റിവിറ്റി, ഒരു പരാജയത്തിൽ നിന്ന് വിജയം നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു പോസിറ്റിവിറ്റി. അതുപോലെ ഇവിടെ സമ്മാനം വാങ്ങിയിരിക്കുന്ന, പ്രോത്സാഹനം വാങ്ങിയിരിക്കുന്ന, ഉപകാരം വാങ്ങിയിരിക്കുന്ന പ്രോത്സാഹനം, ഉത്സാഹം, അവരുടെ ഉത്സാഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്രോത്സാഹനം നമ്മൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ആ കുട്ടികളെ ഒക്കെ വാരി പുണരാൻ പറ്റിയ ഒരു സായാഹ്നം സർഗം ഒരുക്കിയെന്നാണ്. അപ്പൊ കാലാകാലങ്ങളായി അത് ഒരുക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ സത്യം. അങ്ങനെ ഈ 11 കുട്ടികളെയും ഞാൻ അനുമോദിക്കുകയാണ്. അനുമോദന സംഗമമായതുകൊണ്ട് തന്നെ അനുമോദിക്കുക എന്നതിലേക്ക് എന്റെ പ്രഭാഷണം ചുരുക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ എല്ലാവരും അടക്കി പിടിച്ചിരിക്കുമ്പോഴും ഇദ്ദേഹം പെട്ടെന്ന് നിർത്തിയാലേ പലപ്പോഴും നമ്മുടെ മനസ്സ് പറയും. കാരണം ഈ സ്പീഡ് ലോകത്ത് നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്വം, കുട്ടികൾക്കുള്ള പല ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങളുടെ ലോകത്താണ് നിങ്ങൾ ഇത്രയും പേർ ഇത്ര നേരം വന്നിരിക്കുന്നു എന്നതിലാണ് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നത്. കാരണം മറ്റെല്ലാവരും ആ രീതിയിലാണ്. സ്വാഗത ഭാഷകരും അതുപോലെ തന്നെ ശ്രീ പ്രദീപ് ഒക്കെ പറഞ്ഞു നിങ്ങളോട്. ആ പറയുമ്പോഴും നിങ്ങൾ ഇത്രയും പേര് ഇതൊക്കെ അനുസരിക്കുന്നുണ്ട് എന്നത് സർഗം എന്ന വാക്ക് തന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു മനസ്സ് പോകുന്നതാണ്. സർഗം, നൈസർഗികമായ നമ്മുടെ സർഗാത്മക ശേഷി, സർഗാത്മക വൈഭവം അത് വളർത്തിയെടുക്കുന്നതിലെ ഈ സർഗം എന്ന വാക്ക് തന്നെ അതിനോട് അനുബന്ധമാണ്. ആ സർഗാത്മകതയുടെ ഏറ്റവും സുതാര്യമായ ഒരു പരിച്ഛേദമാണ് നമ്മൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ സർഗാത്മകതയ്ക്ക് ഞാൻ എപ്പോഴും അഭിനന്ദനങ്ങൾ ആ വഴിക്കും അർപ്പിക്കുകയാണ്. മറ്റു പല വഴിക്കും സംസാരിക്കേണ്ട വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ആ വിഷയങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുക എന്നത്, അതിനപ്പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ്. എങ്കിലും മക്കൾ ഉയരണം, അവർ വളരണം, അവർ നാളെയുടെ പ്രതീകങ്ങളാണ്. ഇപ്പോൾ വായനാ വാരം നടക്കുകയാണ്. വായനാ വാരം കഴിഞ്ഞ് വായനാ പക്ഷാചരണത്തിലേക്ക് പോവുകയാണ്. ജൂൺ 19 PN പണിക്കർ എന്ന പൊതുവായി നാരായണ പണിക്കരുടെ വിയോഗ ദിനം. അതാണ് ജൂൺ 19. ആ ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നതിന്റെ പിന്നിലെ തത്വങ്ങളൊക്കെ അത് സത്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഒരു കുട്ടി പറഞ്ഞു, വായനയാണ് ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇഷ്ട വിനോദം എന്ന് പറഞ്ഞത് ഞാൻ വളരെയേറെ, ഈ കുട്ടി തന്നെ പറഞ്ഞത് 1200 മാർക്ക് വാങ്ങിയ കുട്ടി തന്നെയാണ് വായനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. അത് ഈ വായനയോട് ചേർന്ന് നിൽക്കുന്ന ഈ വാരത്തിൽ
നമ്മൾ ചേർത്ത് വായിക്കുകയാണ്. അപ്പൊ പി എൻ പണിക്കർ എന്റെ നാട്ടിൽ ഏഴോം ഗ്രാമത്തിൽ ഞങ്ങൾ സാക്ഷരതാ പ്രവർത്തനത്തിന് 1982 മുതൽ 86 ഞാൻ ഗ്രാമീൺ ബാങ്കിൽ ജോലി ചെയ്യുന്നത് വരെ ഉള്ള കാലം ഞാൻ സാക്ഷരതാ പ്രവർത്തകനായിരുന്നു. ആ കാലത്ത് BRB ഏഴവും ഞങ്ങളൊക്കെ പി എൻ പണിക്കരുടെ കൂടെ നടന്ന ഒരാളെന്നുള്ള നിലയിൽ എല്ലാവരും വായനാ ദിനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊരു ആത്മബന്ധമുണ്ട് പി എൻ പണിക്കരുമായി. അദ്ദേഹത്തിന്റെ കൂടെ നിരവധി വേദികളിൽ നിരവധി സന്ദർഭങ്ങളിൽ പ്രസംഗിക്കുകയും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും 5 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒക്ടോബർ 2 സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമമായി ഏഴോം മാറി. ഞാൻ ഇപ്പോൾ ഏഴോത്തല്ല താമസിക്കുന്നത്, 25 വർഷമായി പയ്യന്നൂരിലാണ് താമസം. ഞാൻ പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ വായനാ ദിനത്തിന് ഇവരുടെ പേര് പറയുമ്പോൾ ഞാൻ അത്രയും പറഞ്ഞെന്ന് മാത്രം. വായനയാണ് ഇവരെയൊക്കെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. അവിടെയാണ് വായനയുടെ ഏറ്റവും വലിയ സാക്ഷാത്കാരം. ഇവർക്ക് വായിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ മാർക്ക് വാങ്ങാൻ പറയുകയാണ്. ഞാൻ പ്രേരിപ്പിക്കാറില്ല, പക്ഷേ വായനയിൽ നിന്ന് അവരെ ശ്രദ്ധ തിരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ഉപകരണം തന്നെയാണ് നമ്മളെയൊക്കെ ബന്ധിപ്പിക്കുന്നത്. ഇന്നത്തെ കാലം ഡിജിറ്റൽ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആർക്കും തന്നെ ഇതിൽ നിന്ന് വിട്ടുമാറാൻ സാധ്യമല്ല. കാരണം അത്രയേറെ ജീവിതവുമായി ഒട്ടിപ്പിടിച്ച് നമുക്ക് അച്ഛനെയും അമ്മയെയും ഇല്ലെങ്കിലും ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നിടത്തേക്ക് നമ്മൾ എത്തി. അതൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിനപ്പുറത്ത് ഇതിൽ സാധ്യതകളുണ്ട്. ഈ സാധ്യത നമ്മളെ ബാധ്യതയാക്കി മാറ്റുകയാണ്. ഇത് കൊണ്ട് നടന്നേ പറ്റൂ. കടയിൽ പോയി 83 രൂപ സാധനം വാങ്ങി കൊടുക്കണമെങ്കിൽ പൈസ ചില്ലറ എണ്ണി കൊടുക്കേണ്ട. ഇതെടുത്ത് സ്ക്രീൻ കാണിച്ചപ്പോൾ അത് നമുക്ക് കിട്ടുന്നു. അവിടെ പൈസ കൊടുക്കാതെ നമുക്ക് സാധിക്കും. ഈ വേൾഡിലേക്ക് നമ്മൾ, ഈ ലോകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ കറൻസി ലെസ് ആണ്. ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്തത്. എന്റെ ബാങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വാക്ക് പറയും. ഇവിടെ മുത്താറി പീടികയ്ക്ക് നേരത്തെ പ്രദീപ് പറഞ്ഞില്ലേ പാഠ്യം, അതിന്റെ അപ്പുറത്തെ മുത്താറി പീടികയിൽ 1986 നവംബർ 19 ഞാൻ ബാങ്കിൽ പ്രവേശിച്ചാണ്. നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ. ഈ ഭാഗവുമായുള്ള എന്റെ ബന്ധം, ആ ബന്ധം എപ്പോഴും ഇന്നും ഞാൻ തലശ്ശേരിയിൽ നിന്ന് വണ്ടി ഇറങ്ങി കടന്നു വരുമ്പോഴും പൂക്കോട് വഴി കടന്നു വരുമ്പോഴും എന്റെ 86 40 കൊല്ലം മുമ്പത്തേക്കുള്ള എന്റെ ഓർമ്മയാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ദേശത്തിന്റെ കഥ എന്ന എസ് കെ പൊറ്റക്കാടിന്റെ നോവലറിയിൽ നമുക്കെല്ലാം അറിയാം. 1980 ഭാരതത്തിന്റെ ഏറ്റവും പരമോന്നത അവാർഡായ ജ്ഞാനപീഠം കിട്ടിയ എസ് കെ പൊറ്റക്കാടിന്റെ ദേശത്തിന്റെ കഥ ഈ വായനാ മാസാചരണത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് എടുത്ത് വായിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര തവണ വായിച്ചാലും മതിയാവില്ല. എന്റെ അവസാനത്തെ പേജിൽ പറയുകയാണ്, അവസാനത്തെ ഖണ്ഡികയിൽ പറയുകയാണ്. എന്താണ്? അതിരാണിപ്പാടത്തെ ശ്രീധരനാണ്. എസ് കെ പൊറ്റക്കാടിന്റെ ജീവിതം തന്നെയാണ്. എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടിയാണ് ശ്രീധരൻ എന്ന പേര് മാറ്റിയെന്ന് മാത്രം. അതിരാണിപ്പാടത്തേക്ക് എസ് കെ പൊറ്റക്കാട് പിന്നീട് കടന്നു വരുമ്പോഴേ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് ബാല്യ യൗവന കൗമാര വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം കടന്നു വരുമ്പോഴാണ് അവിടെ ഈ അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ ടൈറ്റ് പാന്റും കള്ളി ഷർട്ടും ഇട്ട് കുരുവിക്കൂടും വെച്ച് ഒരു ചെറുപ്പക്കാരൻ എന്നെ കുറിച്ചു നോക്കി. അപ്പോൾ കുറിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ഈ കടന്നു വന്ന ആളോട് എന്തെങ്കിലും ചോദിക്കുന്ന ചോദ്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ, എന്താണ് നിങ്ങൾ വന്നത്, ഇത് ആരാണെന്നുള്ളത്. അപ്പോൾ ശ്രീധരൻ മനസ്സിൽ കരുതി, ഇതാ കരുതിയിരിക്കുന്നത് അതിരാണിപ്പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാരാ, പിന്നെ അതിക്രമിച്ച് കടന്നതിൽ ഉറപ്പു, പഴയ കൗതുക വസ്തുക്കൾ തേടി വരുന്ന ഒരു പരദേശിയാണ് ഞാൻ എന്ന വാക്കാണ്. ഇപ്പോൾ അന്ന് 1976 ഞാൻ ഇതൊക്കെ വായിക്കുന്നത് ആദ്യം. ഇന്ന് ഈ വായന ഒരു പുനർവായനയാകുമ്പോൾ ഈ കടന്നു വന്ന വഴിയിലൂടെ വരുമ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. ഈ 86 ഞാൻ അവിടെ മൊകേരിയിൽ ജോയിൻ ചെയ്ത് തിരിച്ച് 40 വർഷം ആകുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ നവംബർ 19 ആ മൊകേരി ശാഖയിലേക്ക് കടന്നു ചെല്ലുമ്പോഴെല്ലാം മാറി. ബ്രാഞ്ച് മാറി. മുത്താറി പീടിക എന്ന ആ ഇരുമുറി പീടിക ഒരു കലാസമിതി ഓഫീസ് പോലെയായിരുന്നു ഒന്ന് ഞങ്ങൾ ജോയിൻ ചെയ്ത്. ഇന്ന് ഒരു AC വലിയ ഹോളുള്ള ബാങ്കാണ് ഇന്ന് അവിടെ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞു വന്നത് രണ്ടർത്ഥത്തിലാണ്. ഈ പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു മനസ്സ് എഴുത്തുകാരൻ എന്നുള്ളതിന് ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ചിറ്റാരിപ്പറമ്പിലേക്ക് പണ്ട് 20 വർഷം മുമ്പേ കടന്നു വന്ന് വീണ്ടും വരുമ്പോൾ ഇവിടെ പുതിയ പുതിയ മുഖങ്ങൾ, ഇവരാരും തിരിച്ചു കാണില്ല. ഞാൻ അന്ന് വരുമ്പോൾ അങ്ങനെയുള്ള അവരുടെ ഒക്കെ അന്നത്തെ യുവതികളൊക്കെ ഇന്ന് അമ്മമാരെ, അന്നത്തെ യുവാക്കളൊക്കെ ഇന്ന് അച്ഛന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ റോളുകളിൽ അഭിനയിച്ചു പോകുമ്പോൾ കാലം മാറിക്കൊണ്ടേയിരിക്കും. കാലം മാറുമ്പോഴും മൂല്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് പ്രദീപൻ ഇവിടെ നേരത്തെ സംസാരിച്ചതിന്റെ തത്വം. നമ്മൾ ആ മൂല്യത്തിൽ അടിയുറച്ചു പോവുക. അപ്പോഴും പുതിയ കുട്ടികളെ കുറിച്ച് നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് 1200 അവർ വാങ്ങുന്നത്. 1200 വാങ്ങി. അതുപോലെ ദിയ, അൻവിത സുമേഷ്, നവ്യശ്രീ, ശബരിനാഥ്, ഷിയാബാബു, അദ്വൈത്, അതുപോലെ നിവേദ്യ, ഹരിദാസ്,
നമ്രത നല്ല പേരുകളാണ് കേട്ടോ. എല്ലാ പേരുകളും ഞാനിപ്പോൾ ഭാഷ ശ്രദ്ധിക്കും. എല്ലാ പേരുകളും ഒരു പേരും ഇതിൽ മലയാള ഭാഷയുടെ ചേരുവയില്ലാതെ അനുഗ്രഹിക്കപ്പെടുന്നത്. എല്ലാ ഭാഷയും ചേരുന്ന ഈ പേരുകൾ എല്ലാവരെയും അവരോടാണ് ഞാൻ നമിക്കുന്നത്. കാരണം നാളെയുടെ ഞാൻ പറഞ്ഞല്ലോ, പുതിയ തലമുറയുടെ കാവൽക്കാരായി എസ്.കെ. പൊറ്റക്കാട് ശ്രീധരനെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ ഇവരാണ് നമ്മുടെ നാട്ടിന്റെ കാവൽക്കാർ. ഇവർ കഴിഞ്ഞു പോയെങ്കിൽ ഒരു തലമുറ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം എപ്പോഴും. ഇങ്ങനെ സംഘം ഇതുപോലെ ഒതുക്കുന്ന വേദികള്, അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കള്, ഇവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഉറപ്പും വഴിഞ്ഞ് ഇരുന്ന് കാത്തിരുന്നിട്ടാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചത്. നാളെയും നിങ്ങൾ അത് സുവിജയമായി മാറുക. ജയം വിജയം ഒരുപാട് വാക്കിന്റെ അർത്ഥമുണ്ട്. ജയം എന്ന് പറയുന്നത് വിശേഷപ്പെട്ട വിജയമാകുമ്പോഴാണ് വിജയമാകുന്നത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ജ്ഞാനം വിജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് അറിവാണ്. വിജ്ഞാനം എന്നാലോ അനുഭവജ്ഞാനമാണ്. ഉദാഹരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ വിജയം നിങ്ങൾ ഇനിയും കൊയ്യുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അവിടെ നമുക്ക് അതിരുകളില്ല. എത്ര വളരാൻ പറ്റുമോ, എത്ര വായിച്ചു അറിയാൻ പറ്റുമോ, എത്ര ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുമോ അത്രയും ഉയരങ്ങളിലേക്ക് എത്തുക. IAS ഒക്കെ വാങ്ങി ഇപ്പോഴും നമ്മുടെ കലക്ടർമാരൊക്കെ ആയി വരുന്ന ചെറുപ്പക്കാരികളായ യുവതികളൊക്കെ താഴ്ന്ന നിലയിൽ നിന്ന്, താഴ്ന്ന ഇടങ്ങളിൽ നിന്ന്, താഴ്ന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്നവരെ കാണുന്ന അതാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ആ മോട്ടിവേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കും. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ആ എന്നാൽ അച്ചടക്കമാണ്, ആ എന്നാൽ ആത്മാർത്ഥതയാണ്, ഈ എന്നാൽ ഇച്ഛാശക്തിയാണ്, ഈ എന്നാൽ ഈടുറ്റ വിശ്വാസമാണ്. അത് വിശ്വാസമാവാം, ഉറച്ച വിശ്വാസമാവാം. അതുപോലെ തന്നെ എന്നാൽ ഉത്തരവാദിത്വമാണ്, എന്നാൽ ഊർജ്ജസ്വലതയാണ്. അത് കഴിഞ്ഞാൽ എന്ന ഒരു വാക്കുണ്ട്, അത് ഋണബോധമാണ്. കടപ്പാട്, ഋണം കടമാണ്. കടപ്പാട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് മക്കളോട്, മക്കൾക്ക് അച്ഛനമ്മമാരോട്, നമ്മുടെ പൂർവികരോട്, നമ്മുടെ ഗുരുനാഥന്മാരോട് ഒക്കെയുള്ള കടപ്പാട് എന്നത് ചിലപ്പോൾ ഇപ്പോൾ ഭംഗം വരുന്നുണ്ട് പലപ്പോഴും കുട്ടികളിൽ നിന്ന് നിരീക്ഷിക്കുമ്പോഴേ. കാരണം അത് സംസ്കാരത്തിന്റെ ഭാഗമായി വന്നതാണ്. അങ്ങനെ ഋണബോധം വേണം. അതുപോലെ തന്നെ എന്നാൽ ഒരുമയാണ്, എന്നാൽ ഓർമ്മശക്തിയാണ്, എന്നാൽ ഔചിത്യമാണ്, എന്നാൽ എളിമയാണ്, എന്നാൽ ഏകാഗ്രതയാണ്, കോൺസെൻട്രേഷൻ ആണ്. അത് കഴിഞ്ഞ് അവസാനം നിങ്ങൾക്ക് എന്ന അക്ഷരത്തിന് അംഗീകാരം എന്ന അവിടത്തേക്ക് എത്താം. ഇതാണ് നിങ്ങൾ ഇന്ന് വാങ്ങിയത്. നിങ്ങൾ വാങ്ങിയ അംഗീകാരമാണ്. ആ മുതൽ വരെ എന്റെ മക്കൾ ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെയുടെ വ്യക്തിത്വത്തിന്റെ വികസനത്തിന് മറ്റൊന്നും വേണ്ട. നിങ്ങൾ ഏത് മേഖലകളിലേക്ക് കൈവെക്കുന്നോ നിങ്ങൾക്ക് അതിൽ പുഷ്പം പോലെ പ്രകാശപൂർണമായ ഒരു സൗരഭ്യത്തിന്റെയും അതുപോലെ തന്നെ സൗന്ദര്യത്തിന്റെയും പ്രതീകമായി മാറാൻ പറ്റും മക്കൾക്ക് എന്നതാണ് അവരോട് പറയാനുള്ളത്. അതിന് നിങ്ങൾ ഇത്രയും ചെയ്യാനുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ലോജിക്കിന് നിങ്ങൾ ഇതുവരെ വന്നത് അതാണ്. അതേ വഴിയിൽ ഇനി സഞ്ചരിക്കുക. കാരണം ഇനിയുള്ള മേലേക്കുള്ള ഘട്ടങ്ങളിലേക്ക് പ്രീഡിഗ്രി എന്ന് പറയുന്നത് അതാണ്. പ്രീഡിഗ്രി എന്ന +2 ഞങ്ങളൊക്കെ 1977 പ്രീഡിഗ്രി കഴിഞ്ഞതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടു, 1975 ജൂൺ 25-നാണ് ഞാൻ പയ്യന്നൂർ കോളേജിൽ ചേർന്നത്. ആ പയ്യന്നൂർ കോളേജിലെ പഴയ ഓർമ്മ വെച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി. കാരണം 50 കൊല്ലം മുമ്പത്തേക്ക് പോകുമ്പോൾ പയ്യന്നൂർ കോളേജ് മാറിയിട്ട്, അധ്യാപകർ മാറിയിട്ട്, അത് തൊട്ടടുത്താണ് ശ്രീ കുമാരൻ മാഷ് പ്രവർത്തിക്കുന്ന കാലടി സംസ്കൃത സർവകലാശാലയുടെ എടാട്ട് ക്യാമ്പസ്. അവിടെയും പരിപാടിക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ഓർത്തെടുക്കുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ബസ്സില്ല, നടന്ന് യാത്രയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് വരെ എന്റെ നാട്ടുമ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ അടുത്താണ് സ്കൂളും കോളേജും. നിങ്ങൾ പ്രീഡിഗ്രിയിൽ നിന്ന് +2 എത്തുന്നു. ആ +2 എന്ന് പറയുന്ന സംവിധാനത്തിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ, ഡിഗ്രിക്ക് പോകുമ്പോൾ, നേരത്തെ ഏതോ കുട്ടി പറഞ്ഞു ഫിസിക്സ് മെയിൻ എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞു. ആ അംബീഷൻ, ആ ഇച്ഛാശക്തി നിങ്ങൾക്ക് ഉണ്ടാവണം. നമുക്കുണ്ടാവും. ഇച്ഛാശക്തി നമ്മൾ ഉണ്ടാക്കണം. അതാണ് വിൽ പവർ എന്ന് പറയുന്നത്. ഇച്ഛ എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ ഇവിടെ ഒരു വാക്ക് പറയുമ്പോഴേ, ഇച്ഛ എന്നത് ഞാൻ അത്യാവശ്യം നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ സ്കൂൾ ക്ലാസ്സിൽ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ ആ സമയത്ത് ഞങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് ബെനിഫിറ്റ് ഷോ കാണാൻ പോകും. സ്കൂളിൽ നിന്ന് പിന്നെ ടാക്കീസിലേക്ക്, പ്രതിഭാ ടാക്കീസ് പഴയങ്ങാടിയിൽ നടന്നു പോയി സിനിമ കണ്ട് തിരിച്ചു വരുമ്പോൾ എന്റെ കുട്ടികളെ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം എപ്പോഴെങ്കിലും ഇങ്ങനെ സിനിമയിൽ കയറാൻ പറ്റുമോ? ഡ്രാമയിലുണ്ട്. ഞാൻ അന്ന് പറഞ്ഞു, എന്നെങ്കിലും എനിക്ക് കയറാൻ പറ്റും. ഞാൻ കയറി. 1985 മോഹൻലാലിനോട് ഡയലോഗ് അടിച്ചുകൊണ്ട് അധ്യായം 1 മുതൽ എന്ന സിനിമ. അതിനുശേഷം ബാങ്കിലേക്ക് ജോയിൻ ചെയ്തു. ബാങ്കിൽ നിന്നും പറ്റില്ല. പക്ഷെ 2006 രസതന്ത്രത്തിൽ വീണ്ടും മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് വിനോദയാത്ര ദിലീപിന്റെ കൂടെ അഭിനയിച്ചു. അവരുടെ ഡയലോഗ് ദിലീപിന്റെ കൂടെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പിന്നത്തെ കൊല്ലം ഇന്നത്തെ ചിന്താ വിഷയം വീണ്ടും സിദ്ദിഖ് മീര ജാസ്മിൻ പോസ്റ്റ് മാഷായിട്ട് അതിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഭാഗ്യദേവതയിൽ എത്തിയപ്പോൾ മരിച്ചുപോയ വേണു നാഗവള്ളി കൂടിയുള്ള കോമ്പിനേഷൻ സീനിൽ അഭിനയിക്കും. ഇങ്ങനെ സിനിമാഭിനയം
സ്ക്രീനിൽ എന്റെ മുഖം കാണുക എന്നത് പഴയ ഇച്ഛയായിരുന്നു. അത് ഇച്ഛാശക്തിയാക്കി ഞാൻ വളർത്തിയെടുക്കുമായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും സിനിമയിൽ കയറും, ഞങ്ങൾക്ക് സിനിമ നടന്മാരാവുക എന്നത് വലിയ കാര്യമല്ല. എങ്ങനെ നമുക്ക് ഇച്ഛാശക്തിയാക്കി വളർത്തിയെടുക്കും? അവസരം വരും നമുക്കെല്ലാം. നമുക്ക് ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും, നമ്മുടെ മുതിർന്നവർക്കടക്കം ജീവിതം തന്നിരിക്കുന്നത് എല്ലാവർക്കും ഓരോ കർമ്മശേഷിയും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ കർമ്മശേഷിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. ഓരോ ദിവസവും നമ്മളായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, ചിട്ടയോട് അച്ചടക്കത്തോട് കൂടി ആത്മാർത്ഥമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആനന്ദം കണ്ടെത്താൻ നമ്മൾ സാധിക്കും. വയോജനങ്ങളുടെ ഇതൊരു സീനിയർ സിറ്റിസൺ ഹാളാണ്. LCV പട്ടതിരിപ്പാടിന്റെ ചിത്രം ഞാൻ ഇവിടെ കാണുന്നു. ഞങ്ങളുടെ ബാങ്കിന്റെ ലീഗൽ അഡ്വൈസറായിരുന്നു. അവരുടെയൊക്കെ ഈ ശ്രമഫലമായി വയോജന വേദി, സീനിയർ സിറ്റിസൺ ഫോറം, ആ സീനിയർ സിറ്റിസൺസിനോട് പറയുമ്പോൾ നമുക്ക് ജീവിതം ഓരോ രംഗങ്ങളെ കടന്നു വരികയാണ്. കടന്നുപോയ രംഗങ്ങളെ കുറിച്ച് നമുക്ക് ഓർക്കാം. അതിന്റെ പോസിറ്റിവിറ്റിയെ നമുക്ക് എടുക്കാം. എല്ലാത്തിലെയും നന്മകളെ നമുക്ക് ഓർത്തെടുക്കാം. തിന്മകളെ ഓർത്തെടുക്കേണ്ട നന്മകളെ ഓർത്തെടുക്കാം. ഒരു എനർജിയാണത്. പഴയ കഥകൾ പറയാൻ ഞാൻ പലപ്പോഴും മുതിർന്നവരെ ചേർത്തിരുത്തിക്കൊണ്ട് അവരോട് പഴയ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. എന്തിനാ ഒരു കമ്മ്യൂണിക്കേഷന്റെ പരിപാടി തന്നെ അവർ മുതിർന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് തനിയെ തന്നെ ഒരു ഉണർവ് വരുന്നുണ്ട്. പഴയ കാര്യങ്ങൾ വളരെ വളരെ രസകരമായി അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ നമ്മൾ സംസാരിക്കണം. ഞാൻ സ്വന്തരാജ്യമൊക്കെ ഇപ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ ആർട്ട് സർക്കിൾ അങ്ങനെ ഒരു ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രസംഗ പരിചയമുണ്ട്, പ്രസംഗ പരിശീലനമുണ്ട്. അതിനോടനുബന്ധിച്ച് സംഭാഷണം കൊണ്ട് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. കൗൺസിലിംഗ് ഡിപ്ലോമ എടുത്ത ആളാണ് ഞാൻ. പഠിക്കുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്തു. ബാങ്കിൽ ഇരുന്നുകൊണ്ട് ഞാൻ MA ജേർണലിസവും മാസ് കമ്മ്യൂണിക്കേഷൻ പാസ്സായി. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ റിട്ടയർ ചെയ്തു. ഞാൻ ഇപ്പോഴ് ഡിപ്ലോമ ഇൻ അപ്ലൈഡ് കൗൺസിലിംഗ് കഴിഞ്ഞ വർഷം കേരള സർക്കാരിന്റെ പഠിച്ച് പാസ്സായി. ഇത് സാധിക്കുമെന്നാണ്. അനുകൂല സാഹചര്യങ്ങളൊന്നും അല്ല ഇത്. ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് എന്നും പഠിക്കാൻ പറ്റുമെന്നതാണ് വായനയുടെ സന്ദേശം. ലോകം മുഴുവനും നന്നാകാൻ, വലിയൊരു ലോകം മുഴുവനും നന്നാകാൻ ചെറിയൊരു സൂത്രം കാതിലോട്ടാം ഞാൻ സ്വയം നന്നാവുക. കുഞ്ഞിനി മാഷിന്റെ വരികളാണ്. കുഞ്ഞിനി മാഷിന്റെ വരികൾ ഒരുപാട് വരികൾ മക്കൾക്ക് വേണ്ടി ഒരു 100ഓളം കൊച്ചു കവിതകൾ എടുത്ത് ഞാൻ 2 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന ആളാണ്. കുഞ്ഞിനി മാഷിന്റെ കുഞ്ഞിനി മാഷിന്റെ ജന്മശതാബ്ദി വർഷമാണ് 2027. ഇവിടെ 26 കുഞ്ഞിനി മാഷിന്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണ്. കുഞ്ഞിനി മാഷിന്റെ കവിതകളിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്കുള്ള ഞാൻ ഉദ്ദേശിച്ചത് ഒരു 15 മിനിറ്റാണ്. 20 മിനിറ്റിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ അതല്ല, കേൾക്കുന്നവരിൽ നിന്നും എനിക്ക് നിങ്ങളെ വായിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ മുഖം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല, നിങ്ങളുടെ മുഖം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, വീട്ടിലെത്തണം, സമയം കൂടുതൽ പോകുന്നു എന്നത്. അത് തന്നെ ആ തിരിച്ചറിവാണ്. അതായത് വേദി, സദസ്, ഭാഷ, വിഷയ, സ്വരം, 5 തത്വങ്ങളാണ് ഞങ്ങൾ പ്രസംഗപ്പെടുത്തുന്നത്. വേദി, സദസ്, ഭാഷ, വിഷയം, സ്വരം 5, പിന്നെ 5 കൂടിയുണ്ട്. ആംഗ്യം, നേത്രം, ശൈലി, സമയം, കൃത്യം. ഈ 10 ലോജിക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് കുട്ടികളെ പ്രസംഗം പഠിപ്പിക്കുന്നത്. പ്രസംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്, കുട്ടികൾക്ക് മാത്രം ആർക്കും സാധിക്കുന്നതാണ്. അത് സാധിക്കുന്നത് പ്രാക്ടീസ് കൊണ്ടാണ്, പരിശീലനം കൊണ്ടാണ്. ഇതിലൊക്കെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് എന്റെ സ്ഥിരകാല ബന്ധുവാണ് ശ്രീ ധർമ്മരാജൻ. ഞങ്ങൾ ഏതോ കാലത്ത് ഒരു പ്രസ്ഥാനവുമായി, സാംസ്കാരിക പ്രസ്ഥാനവുമായി, ഷാരിസർക്കുമായി രംഗത്ത് വന്ന് സൗഹൃദം എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെ അന്ന് പയ്യന്നൂരിൽ ഞാൻ താമസിക്കുമ്പോഴും ചിറ്റാരിപ്പറമ്പിന്റെ ഹൃദയഭാഗത്ത് നിങ്ങളുടെയൊക്കെ ധർമ്മരാജൻ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മിക്കവാറും ദിവസങ്ങളിൽ. അപ്പോഴും രാമകൃഷ്ണേട്ടാ, ഇന്ന ദിവസം പരിപാടി എന്ന് പറയുമ്പോൾ ഇത് 40 പേർക്കുണ്ടല്ലോ, ഞാൻ എല്ലാം മാറ്റി വെച്ച് പറയാം, ധർമ്മം വിളിക്കാണ്ട്. ഇവിടെയാണ് ഈ സൗഹൃദം മനസ്സിൽ സൂക്ഷിക്കുന്നത്, മനസ്സിൽ പൂക്കുന്നതാണത്. ആ പൂക്കാനുള്ള സൗഹൃദം തന്നെയാണ് നമുക്കൊക്കെ ഇവിടെ ഈ ലോകത്ത് ബാക്കിയിരിക്കുന്നത്. കാരണം ഡെപ്പോസിറ്ററാണ്. ഞങ്ങൾ ബാങ്ക് ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു വെച്ച എല്ലാ പ്രവൃത്തിക്കും ഇൻട്രസ്റ്റ്, പലിശ കിട്ടുന്നത്, ഈ പ്രവൃത്തികൾക്കെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ സൗഹൃദ ബന്ധം എന്നതാണ്. മറ്റേ പണം കൊണ്ടോ മറ്റൊന്നുമല്ല, അതെല്ലാം ശാശ്വതമല്ല. അങ്ങനെ ഈ സ്നേഹം, ഈ വിജയശ്രീലാളിതരായ മക്കൾ, അവരുടെ രക്ഷിതാക്കൾ, ഇത് സംഘടിപ്പിച്ച സത്യത്തിന്റെ സാരഥികൾ, ഒപ്പം ഇവിടെ വന്നു ചേർന്ന മുഴുവൻ പേർക്കും എന്റെ സ്നേഹാശംസകൾ മാത്രം. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിഥുന മഴത്തുള്ളികൾ വല്ലപ്പോഴുമാണ് വരുന്നത്. പിന്നെ തുള്ളിച്ചാടി വരുന്ന മഴ, തുള്ളിക്കൊരുകുടമെന്ന മഴ, കൊള്ളാം ഈ മഴ, കൊള്ളരുത് ഈ മഴ, കൊള്ളാം പെയ്യട്ടെ. പെയ്യുന്നില്ല മഴ കേട്ടോ. ഇത് കുഞ്ഞിന് മാഷത്തിന്റെ വരിയാണ്. മഴ വന്നപ്പോൾ കുഞ്ഞിന് മാഷ വരി ഓർമ്മ വന്നതാണ്. തുള്ളിക്കൊരുകുടം എന്ന മഴ ഇപ്പോൾ പെയ്യുന്നില്ല, പക്ഷെ കൊള്ളാം, ഇങ്ങനെ കൊള്ളരുത് ഈ മഴ കൊണ്ടു കഴിഞ്ഞാൽ അതിന്റെ വിഷമമുണ്ട്. അത് ആ കൊള്ളലല്ല. അടുത്ത വരി പറയുന്നു, കൊള്ളാം പെയ്യട്ടെ, നല്ല മഴയാണ് എന്നുള്ള അർത്ഥത്തിലും പറയാം. അങ്ങനെ വാക്കുകളെ കൊണ്ട് വർണ്ണ ജാല തെളിയിച്ച
ഒരു കവിയാണ് കുഞ്ഞുണ്ണി മാഷ് എന്ന് ചേർത്ത് പറഞ്ഞുകൊണ്ട് സർഗത്തിന്റെ മറ്റൊരു സന്ദർഭത്തിൽ എനിക്ക് വീണ്ടും വരാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, സൗഹൃദമുണ്ട്, സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മുമ്പിൽ ഞാൻ നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.